ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് കണ്ടോ, പുത്തുപുത്തനൊരു വീടാണ്ടോ. വീടിന്റെ ഫ്രണ്ടിലാണെങ്കിൽ നമുക്ക് ഒരു കവേർഡ് കാർ പോർച്ച് ഉണ്ട്. അല്ലാണ്ട് തന്നെ ഒരു 2-3 വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. നമുക്ക് നേരെ കയറി ചെല്ലാം നമ്മുടെ സിറ്റ് ഔട്ടിലോട്ടാണ്. എല്ലാവരും ഈ വീടിന് ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ. ഇതാണ് സിറ്റ് ഔട്ട് വരുന്നത്. ആവശ്യത്തിന് സൗകര്യമൊക്കെ ഉള്ളൊരു വീടാണ്ട്. നിങ്ങൾ കണ്ടു നോക്ക്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ലൊക്കേഷനാണ്. ഇതാണ് മെയിൻ ഹാള് വരുന്നത്. ഹാളും ഡൈനിങ് ഹാളും അതിൻ്റെ വാഷ് കൗണ്ടർ ഏരിയ. ഇത് താഴെയാണെങ്കിൽ നിങ്ങൾ ഇൻവെർട്ടർ കാര്യങ്ങളൊക്കെ വെക്കാനുള്ളൊരു സ്പേസ് ആണ് അവിടെ. അതിനുള്ള പോയിന്റും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് ബെഡ്റൂം. താഴത്തെ ഫ്ലോറിൽ 2 അറ്റാച്ച്ഡ് ബെഡ്റൂമാണ് ഉള്ളത്. റൂമൊക്കെ നല്ല ആവശ്യത്തിന് വലിപ്പമുള്ള റൂമാണ്. നിങ്ങൾ കണ്ടു നോക്കട്ടെ. അതിന്റെ ബാത്റൂം, വീട് കാണാൻ തന്നെ ഒരു എക്സിക്യൂട്ടീവ് ലുക്കാണ്. ഉണ്ടോ? ഇനി നമുക്ക് രണ്ടാമത്തെ റൂം പോയി കാണാം. നല്ല വെട്ടവും വെളിച്ചമൊക്കെ കിട്ടുന്ന രീതിയിലാണ് ഇതിന്റെ നിർമ്മാണം. ജനലും കാര്യങ്ങളൊക്കെ ആവശ്യത്തിന് കൊടുത്തേക്കണേ. എവിടെ നോക്കിയാലും നല്ല വെട്ടവും വെളിച്ചവും. രണ്ടാമത്തെ റൂം, അതിന്റെ ബാത്റൂം. ഇവിടെ ഒരു ഡ്രസ്സിംഗ് കബോർഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ മെയിൻ റോഡിലോട്ടൊക്കെ, മെയിൻ ഹൈവേയിലോട്ടൊക്കെ അധികം ദൂരമൊന്നുമില്ല. ഒരു 200-250 മീറ്ററേ കാണുള്ളൂ. ഇതാണ് ഇതിന്റെ കിച്ചൺ വരുന്നത്. വൈറ്റ് ആൻഡ് ഗ്രേ കോമ്പിനേഷനാണ് കൊടുത്തേക്കണം. ഈ വീടിനൊരു സെക്കൻഡ് കിച്ചണും കൂടി ഉണ്ട്. ഇതാണ് സെക്കൻഡ് കിച്ചൺ വരുന്നത്. ഈ തൊട്ടുപുറയിലായിട്ടാണ്. ഇവിടെയും കുറച്ച് ഏരിയ ഉണ്ട്. ബാക്കില് കിണർ കാര്യങ്ങളെല്ലാം ഇവിടെയാണ് സെറ്റ് ചെയ്തേക്കണം. അങ്ങനെ എല്ലാ സൗകര്യവും ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീടാണിത്. ഈ വീടിന്റെ ലൊക്കേഷൻ വന്നത് തൃപ്പൂണിത്തുറ ഉണ്ട. തൃപ്പൂണിത്തുറ നമ്മുടെ പാസ്പോർട്ട് ഓഫീസിന്റെ അവിടുന്ന് 500 മീറ്ററേ ഉള്ളു. ഹിൽ പാലസ് മ്യൂസിയത്തിലോട്ടായാലും 500 മീറ്റർ. തൃപ്പൂണിത്തുറ മെട്രോ സ്റ്റേഷനിലോട്ടാണെങ്കിൽ 1 കിലോമീറ്റർ. 1.5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഭവൻസ് സ്കൂള്. അപ്പോൾ അതൊക്കെ 1.5 കിലോമീറ്ററേ ഉള്ളു. ഇതാണെങ്കിൽ വരുന്നത് 5.4 സെന്റ് സ്ഥലവും. അതില് 2230 സ്ക്വയർ ഫീറ്റ് ആണ് വീട് വരുന്നത്. മുകളിലത്തെ നിലയിലെ ബെഡ്റൂം, ഒരു ബെഡ്റൂം മാത്രം ഇത്തിരി ചെറുതുണ്ട്. ബാക്കി 3 ബെഡ്റൂം നല്ല വലിപ്പമുള്ളതാണ്. ഇത്രയും സൗകര്യമൊക്കെ ഉള്ള വീടാണ്. ഈ 5.4 സെന്റ് സ്ഥലവും 2230 സ്ക്വയർ ഫീറ്റ് വീടിനും കൂടിയും ഇവർ ചോദിക്കണ വില 1.25 കോടിയാണ്. 1,25,00,000 രൂപയാണ്. പക്ഷെ എന്നാലും അത് നെഗോഷ്യബിൾ ആണ്. അത് നേരിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം. കാരണം ന്യായമായിട്ടുള്ള റേറ്റ് നിങ്ങൾക്ക് തരും. 4 ബെഡ്റൂമും കണ്ടില്ല. ഇപ്പൊ ഇതിന്റെ ബാക്കിലൊക്കെ വേറെ സ്ഥലം ഉണ്ടല്ലോ. ഒരു സൗകര്യങ്ങളൊക്കെ ഒരുപാട് കൊടുത്തിട്ടുണ്ട്. നല്ല സൈലന്റ് ഏരിയ, റെസിഡൻഷ്യൽ ഏരിയ, ഇഷ്ടം പോലെ വീടും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അത് നിങ്ങൾ വന്ന് നേരിട്ട് കാണുമ്പോൾ മനസ്സിലാവും. നല്ലൊരു പോഷ് ഏരിയയിലാണ് ഈ വീടിരിക്കണം. അതുകൊണ്ടാണ് ഇത്രയും വില തന്നെ. വേണ്ട ഇത് ബാക്ക് സൈഡൊക്കെ കംപ്ലീറ്റ് ഡ്രസ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല ഭംഗിയാക്കിയിട്ടേക്കണാണ്. ഇവിടെ നിങ്ങളുടെ തുണിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അലക്കി ഉണക്കാനൊക്കെ ഈ ബാക്കിലിടാം. അങ്ങനെ ഒരു സൗകര്യമുണ്ട്.
ഇവിടെ ആണെങ്കിൽ വാഷിംഗ് മെഷീനും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യാനുള്ള പോയിന്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ട, ഇവിടെയാണ് നിങ്ങളുടെ വാഷിംഗ് മെഷീൻ കൊടുക്കാനുള്ള പോയിന്റ്. അവിടെ തന്നെ കണ്ട പൈപ്പ് കണക്ഷൻ്റെ പോയിന്റ് ഇട്ടിട്ടുണ്ട്. ഇത് താഴത്ത് വേസ്റ്റ് വാട്ടർ പോകാനുള്ള പോയിന്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനൊരു ബാൽക്കണി ഉണ്ട്. വീടിന് ഇത്രയും ഉള്ള നല്ല സൗകര്യങ്ങളെല്ലാനും ചെയ്തിട്ടുണ്ട് ഇവര്. ഇതാണ് എൻ്റെ ബാൽക്കണി വരുന്നത്. അതെ, നമുക്ക് തൊട്ട് അയൽവക്കത്തുള്ള വീടും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് കാണാൻ പറ്റും. എല്ലാം നല്ല അത്യാവശ്യം നല്ല പോഷ് ഏരിയയാണ്. തൃപ്പൂണിത്തറ പാസ്പോർട്ട് കരിങ്ങാച്ചിറ എന്ന് പറയുമ്പോൾ അറിയാലോ, അവിടെയൊക്കെ നല്ലൊരു ഏരിയയിലാണ് വീടിരിക്കണം. അപ്പൊ തൃപ്പൂണിത്തറ ടൗണിനടുത്ത് ഒരു വീടും സ്ഥലവും വേണമെന്ന് താല്പര്യമുള്ളവർ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം. ഇത് നമുക്ക് കഴിഞ്ഞ ദിവസം ചെയ്ത വീടാണ്ട. 84 സെന്റ് സ്ഥലവും വീടുമാണ്. 3000 സ്ക്വയർ ഫീറ്റ് ഇല്ല, 2950 സ്ക്വയർ ഫീറ്റ്. ഇത് തൃശ്ശൂർ നമ്മൾ ചെയ്ത വീടാണ്. 10 സെന്റ് സ്ഥലവും 1 വർഷം പഴക്കമുള്ള വീട്. മറ്റേത് 4 വർഷമായിട്ട് പൂട്ടിയിട്ടേക്കാണ്. 1 ഏക്കറിന് 16 സെന്റ് കുറയുള്ളത്. ഇഷ്ടംപോലെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുള്ളതാണ്. ഇതിൻ്റെ തൃശ്ശൂർ ജില്ലയിലാണ് ഈ വീട് വരുന്നത്. മറ്റേത് എറണാകുളം ജില്ലയിലായിരുന്നു, അരൂരായിരുന്നു. ഇത് തൃശ്ശൂര് കൊരട്ടിയാണ് വരുന്നത്. ഉണ്ടാവും നല്ല വീട്, 1 വർഷം പഴക്കമുള്ളത്. ഇത് നമ്മള് കഴിഞ്ഞ ദിവസം എറണാകുളം കാക്കനാട് ചെയ്ത ഫ്ലാറ്റാണ്ടാ. ഫ്ലാറ്റ് നമ്പറാണ് 9ാമത്തെ നില, 9ാമത്തെ ഫ്ലാറ്റ്. ഇത് പുതിയ ഫ്ലാറ്റാണ്ട്. ഇത് ലൊക്കേഷൻ വന്നത് എറണാകുളം തൃക്കാക്കരയാണ്. ഇത് നമ്മുടെ DDQ ഫ്ലാറ്റാണ്. അത് കൂടാണ്ട് നമ്മൾ വില കുറഞ്ഞൊരു വീട് ഇന്നലെ ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു 4 സെന്റ് സ്ഥലവും ഒരു വീടിന് 27 ലക്ഷം രൂപക്ക്. എറണാകുളം ചെറായില് ഹൈവേ സൈഡ് തന്നെ, ഹൈവേന്ന് 4ാമത്തെ വീട്. അത് നമ്മൾ ചെയ്തത് 27 ലക്ഷം രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. ഇത് DDQന്റെ ഫ്ലാറ്റാണിത്. എല്ലാ സൗകര്യവും ഫുൾ ഫർണിഷ്ഡ് ഫ്ലാറ്റ്. ആകെപ്പാടെ മാസങ്ങൾ മാത്രം താമസിച്ചിട്ടുള്ളു. അവർ വേറൊരു വീട് ആലുവയില് വാങ്ങിയപ്പോൾ അത് കാരണം ഇതങ്ങോട്ട് കൊടുക്കണേന്. അപ്പൊ വീടും സ്ഥലവുമായിട്ട് വാങ്ങി. അപ്പൊ അത് കാരണം ഫ്ലാറ്റ് അങ്ങോട്ട് കൊടുത്തേക്കാന്ന് വിചാരിച്ചു. DDQന്റെ പുതിയ ഫ്ലാറ്റ് ആണ്ട. ഇവിടെ അസോസിയേഷനൊക്കെ ഈ മാസം സെറ്റ് ആവുള്ളൂ. അത്രയും സൗകര്യങ്ങളൊക്കെ ഉള്ളതാണ് ഈ ഫ്ലാറ്റ്. ഇത് ചേരാനല്ലൂര് നമ്മൾ ചെയ്ത വീടാണ്ട, എറണാകുളം ചേരാനല്ലൂര്. ഇതും ഇതേകൂട്ട് തന്നെ അത്യാവശ്യം സ്ഥലവും കാര്യങ്ങളൊക്കെ ഉള്ള വീടാണ്. ഇതും നമ്മളെ വരാപ്പുഴ അടുത്തുള്ളൊരു വീടാണ്. ഒരു വിദേശ മലയാളിയുടെ വീടാണിത്. ഇത് 21 സെന്റ് സ്ഥലവും വീടാണ്. ലക്ഷറി വീടാണ്. ഇതിന്റെ ഫുൾ ഫർണിച്ചർ കാര്യങ്ങളെല്ലാം അടക്കമാണ് വിൽപ്പന. അപ്പൊ ഈ വീടുകളൊക്കെ ചാനലിൽ പോയി ചെക്ക് ചെയ്ത് നോക്കാം, വാങ്ങാം.